നമസ്കാരം. ഒരു വ്യക്തിക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഇൻഷുറൻസ് പോളിസികൾ ഏതൊക്കെയാണ്? ഒരു വ്യക്തിക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത ഇൻഷുറൻസ് പോളിസികൾ ഏതൊക്കെയാണ്? ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ എടുക്കുന്ന പോളിസികൾ നമ്മളും എടുക്കേണ്ടതായിട്ടുണ്ടോ? ഇൻഷുറൻസ് ഏജന്റുമാരും അഡ്വൈസർമാരും നിർദ്ദേശിക്കുന്ന പോളിസികൾ നമ്മൾ നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണോ? ഈ കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായി ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഒരു വ്യക്തിക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഇൻഷുറൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, ലൈഫ് ഇൻഷുറൻസ് പോളിസി. മനുഷ്യന്റെ കാര്യമാണ്, ആർക്ക് എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല. ഒരു കുടുംബത്തിലെ ഏണിംഗ് മെമ്പർക്ക് പെട്ടെന്ന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ കുടുംബത്തിന്റെ സാമ്പത്തികത്തെ അവതാളത്തിലാക്കും. അദ്ദേഹത്തിന് ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നു എങ്കിൽ നോമിനിക്ക് അല്ലെങ്കിൽ നോമിനിമാർക്ക് ഒരു വലിയ തുക ഇൻഷുറൻസ് കവറേജ് ആയിട്ട് ലഭിക്കുകയും താൽക്കാലികമായിട്ടാണ് എങ്കിലും അത് കുടുംബത്തിനൊരു ആശ്വാസമാവുകയും ചെയ്യുമായിരുന്നു. നമുക്കെല്ലാവർക്കും നിർബന്ധമായിട്ടും അതുകൊണ്ട് തന്നെ എന്തുണ്ടായിരിക്കണം? ലൈഫ് ഇൻഷുറൻസ് പോളിസി. പക്ഷേ ഇവിടെ പല തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസികളുണ്ട്. ഞാൻ അതിനെ 3 തരം തിരിച്ചിട്ടുണ്ട്. നമ്പർ 1 ടേം ഇൻഷുറൻസ്, നമ്പർ 2 ട്രഡീഷണൽ ഇൻഷുറൻസ് പോളിസി അഥവാ എൻഡോമെന്റ് പ്ലാൻ, നമ്പർ 3 യുലീപ്പ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. ഇതിൽ ഒന്നാമത്തെ സംഗതിയാണ് ടേം ഇൻഷുറൻസ്. നമ്മുടെ ലൈഫിന് ഇൻഷുറൻസ് കവറേജ് തരുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്യുവർ ഇൻഷുറൻസ് പ്രൊഡക്റ്റ്. ചെറിയ പ്രീമിയത്തിൽ വലിയ ലൈഫ് കവറേജ് കിട്ടുന്ന ഒരു ഉൽപ്പന്നം. അതായത് ഈ പോളിസിയിൽ നിന്ന് ആനുകൂല്യം കിട്ടുക പോളിസി ഹോൾഡർ മരിക്കുമ്പോൾ മാത്രമാണ്. അല്ലാതെ ഈ പോളിസി മച്ചുർ ആവുകയും ഒരു തുക ലഭിക്കുകയും ഒന്നും ചെയ്യില്ല. ലോ പ്രീമിയം ഹൈ കവറേജ് എന്നതാണ് ടേം ഇൻഷുറൻസിന്റെ പ്രത്യേകത. ഇനി രണ്ടാമത്തത് ട്രഡീഷണൽ ലൈഫ് ഇൻഷുറൻസ് പോളിസികളാണ്. എൻഡോമെന്റ് പ്ലാനുകൾ എന്ന് ഇവ അറിയപ്പെടുന്നു. ലൈഫ് ഇൻഷുറൻസ് പ്ലസ് സേവിങ്സ്, ലൈഫ് ഇൻഷുറൻസും സേവിങ്സും കൂടി മിക്സ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണിത്. ഇനി മൂന്നാമത്തേത് യുലീപ്പാണ്, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. ഇവിടെ ലൈഫ് ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും കൂടിയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആണിത്. ഈ 3 തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടത് ടേം ഇൻഷുറൻസ് ആണ്. ട്രഡീഷണൽ ഇൻഷുറൻസ് പ്ലാനുകളും യുലീപ്പും ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ലാത്ത പ്രൊഡക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവ ഒഴിവാക്കുക. ഇൻഷുറൻസ് കവറേജിന് വേണ്ടിയിട്ട് ടേം ഇൻഷുറൻസ് മാത്രം എടുക്കുക. അതിനുശേഷം സേവിങ്സിന് വേണ്ടി മാത്രമുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക. അത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് റിക്കറിംഗ് ഡെപ്പോസിറ്റോ ഫിക്സഡ് ഡെപ്പോസിറ്റോ എന്തുവാകാം. അതുപോലെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാത്രമുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുകൾക്ക് വേണ്ടി മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക. ഒരിക്കലും ഇൻഷുറൻസും സേവിങ്സുമായിട്ടോ ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റുമായിട്ടോ മിക്സ് ചെയ്യാതിരിക്കുക. ഇൻഷുറൻസിന് വേണ്ടി പ്യുവർ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ മാത്രം എടുക്കുക. ഇനി രണ്ടാമതായി എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ഇൻഷുറൻസ് പോളിസിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ അസുഖം ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയാൽ പോലും ബില്ല് വളരെ വലുതാണ്. അപ്പോൾ വലിയ അസുഖങ്ങൾ ഉണ്ടായാലത്തെ കാര്യം പറയേണ്ട ആവശ്യമില്ല. മെഡിക്കൽ എക്സ്പെൻസുകൾ, അത് രോഗം വന്നിട്ടാണെങ്കിലും ആക്സിഡന്റ് ഉണ്ടായിട്ടാണെങ്കിലും മെഡിക്കൽ എക്സ്പെൻസുകൾ കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻഷുറൻസ് പോളിസികളാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ. നിർബന്ധമായിട്ടും നമുക്കിത് ഉണ്ടായിരിക്കണം. എത്ര കവറേജ് കിട്ടുന്ന പോളിസിയാണ് ഉണ്ടാകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രീമിയം അടയ്ക്കാൻ പറ്റും അതനുസരിച്ച് എത്ര കവറേജ് കിട്ടുമോ അത് തിരഞ്ഞെടുത്തുകൊള്ളുക എന്നതാണ് ഇതിന്റെ ഉത്തരം. ഈ കാര്യത്തിൽ ഒരു അലംഭാവം കാണിക്കേണ്ടതില്ല. ഇതൊരു അധിക ചിലവായിട്ട് കരുതേണ്ടതില്ല. ഇനി മൂന്നാമത്തെ പോളിസി, അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് പോളിസി. അതായത് ചില പ്രത്യേക രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഉദാഹരണം കിഡ്നി ഫെയിലിയർ ആവുന്നു, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ എക്സ്പെൻസുകൾക്ക് പുറമെ ആ വ്യക്തിയുടെ ഇൻകം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഇൻകം ഇല്ല.
ഇത്തരത്തിൽ ലോസ് ഓഫ് ഇൻകം ഉണ്ടാകുമ്പോൾ അതിനെ കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോളിസിയാണ് ഇത്. നമുക്കത് ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ മാത്രം എടുക്കുക, ഓപ്ഷണൽ ആണ്. ചില ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളോടൊപ്പം ഈ ഒരു കവറേജ് കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുടെ ചുരുക്കം ഇതാണ്: ലൈഫ് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതിന് വേണ്ടി ടേം ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുക. രണ്ടാമതായിട്ട് നിർബന്ധമായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് പോളിസി ആവശ്യമാണെങ്കിൽ എടുക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.